നമസ്കാരം. തന്റെ പിതാവിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കാണിച്ച ഇതൊരു തുടർച്ചയാണ് എന്ന ലോകത്തോട് വിളിച്ചു പറയുന്ന മൊജ്തബ ഖമീനി ഇപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണുള്ളത്? ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഏറ്റവും വൈകാരികമായ ഒരു നിമിഷത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് ഇറാൻ ജനതയും ലോകവും. എന്നെ പോലൊരാൾ, യസീദിനെ പോലൊരാൾക്ക് വഴങ്ങി കുടിക്കില്ല എന്ന് ഖമനേയി പറഞ്ഞ വാക്കുകൾ ഇന്ന് ഇറാനിലെ ഓരോ വീടുകളിലും മുഴങ്ങുകയാണ്. 6 ദിവസം നീണ്ട അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് 1979 വിപ്ലവത്തിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങായി മാറുകയാണ് ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ടെഹ്റാനിലെ റോഡുകൾ പോലീസ് ബ്ലോക്കുകളും പോസ്റ്ററുകളും സൈനിക വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. ഇത് വെറുമൊരു സംസ്കാര ചടങ്ങല്ല, ഇതൊരു രാജ്യത്തിന്റെ പ്രഖ്യാപനമാണ്. നാം ഉയർത്തെഴുന്നേൽക്കണം, ലോകമറിയണം, ഇറാൻ ഈ അടിച്ചമർത്തലിന് മുന്നിൽ മൗനം പാലിക്കില്ല എന്ന വലിയൊരു മുന്നറിയിപ്പിന് പിന്നിൽ ഇറാൻ ഒളിപ്പിച്ചു വെക്കുന്ന ആ മഹാസത്യം എന്താണ്, ആ മുദ്രാവാക്യത്തിന്റെ കരുത്ത് എന്താണെന്നും ഈ ചടങ്ങിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ഫെബ്രുവരിയിൽ നടന്ന US-ഇസ്രയേൽ ആക്രമണത്തിന്റെ ആദ്യ ഘട്ടത്തിലാണ് അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ആ ഒരൊറ്റ ആക്രമണത്തിൽ ഖമനേയിയെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകളെയും മരുമകനെയും മകൻ മൊജ്തബ ഖമേനിയുടെ കുടുംബത്തെയും ആ 14 മാസം പ്രായമുള്ള കൊച്ചുമകളെയും വരെ ഇറാനിലെ ജനതയ്ക്ക് നഷ്ടമായി. എന്നാൽ ആ കടുത്ത പ്രതിസന്ധിയിൽ ഇറാൻ മുട്ടുമടക്കുമെന്ന് കരുതിയവർക്ക് കിട്ടിയത് പ്രഹരമായിരുന്നു. ട്രംപ് പോലും അവസാനം സമാധാന കരാറിനായി ഇറാനിലേക്ക് വരേണ്ടി വന്നു. ഒരു രാജ്യം അതിന്റെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെടുമ്പോൾ തകർന്നു പോകുമെന്ന് കരുതിയവർക്ക് മുന്നിൽ ഇറാന്റെ ആ അതിശക്തമായ ഐക്യം കണ്ടവർ ഞെട്ടിത്തരിച്ചു. ഒരു നേതാവിനെ ഇല്ലാതാക്കിയാൽ ഒരു ജനതയുടെ ആത്മാഭിമാനം ഇല്ലാതാക്കാം എന്നാണ് അവർ കരുതിയത്. എന്നാൽ ഇപ്പോൾ ഇറാൻ ലോകത്തോട് പറയുന്നത് മറ്റൊന്നാണ്. പ്രമുഖ ഇറാൻ നേതാവ് മുഹമ്മദ് റിസ ആരിഫ് പറഞ്ഞതുപോലെ ഖമേനിയുടെ ഈ അവസാന യാത്രയയപ്പ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. 1979 വിപ്ലവത്തിന് ശേഷം ഇത്രയും അധികം ആളുകൾ പങ്കെടുത്ത മറ്റൊരു ചടങ്ങ് ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. ഖമേനിയുടെ ഭൗതിക ശരീരം ടെഹ്റാനിൽ തുടങ്ങി മഷാദിൽ അവസാനിക്കുന്ന ഈ യാത്ര വെറും ഒരു സംസ്കാര ചടങ്ങല്ല, ഇത് ഒരു പ്രതിരോധ യാത്രയാണ്. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മോസ്കിൽ തുടങ്ങി അസാദി സ്ക്വയറിലൂടെയുള്ള ആ 10 കിലോമീറ്റർ വിലാപയാത്ര, അത് ലക്ഷക്കണക്കിന് ആളുകളെയാണ് തെരുവിലിറക്കുന്നത്. 20 ദശലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ യാത്ര ലോകത്തിന് നൽകുന്ന സന്ദേശം അത് വളരെ വലുതാണ്. അത് വ്യക്തമാണ്, ഇറാൻ വഴങ്ങാൻ തയ്യാറല്ല. ഈ ഭൗതിക ശരീരം ഇറാഖിലെ കർബലയിലേക്കും നജ്ഫിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണ്? ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്ന നിലയിൽ ഖമേനിക്കുള്ള സ്ഥാനം ലോകത്തെ ഓർമ്മിപ്പിക്കാനാണത്. അമേരിക്കയും ഇസ്രയേലും കരുതിയത് 60 ദിവസത്തെ വെടിനിർത്തലിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കാമെന്നാണ്. എന്നാൽ ഈ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെയും ആണവ ചർച്ചകളുടെയും കാര്യത്തിൽ ഇറാൻ എടുക്കുന്ന നിലപാട് കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ഇസ്ലാമിക കലണ്ടറിലെ മുഹറം മാസത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഹുസൈൻ ഇബ്നു അലി അന്യായമായ ഭരണകൂടത്തിന് മുന്നിൽ തലകുനിക്കാൻ വിസമ്മതിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായ ഈ മാസം ഖമേനിയുടെയും ജീവിതവും മരണവും സമാനമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ചടങ്ങ് അത്ര എളുപ്പമല്ല. സുരക്ഷാ ഭീഷണികൾ വളരെ വലുതാണ്. 1989 റൂഹുള്ള ഖുമേനിയുടെ ശവസംസ്കാര ചടങ്ങിലുണ്ടായ ആ ജനക്കൂട്ടത്തിന്റെ തിക്കും തിരക്കും, മൃതദേഹത്തിന് സംഭവിച്ച അവസ്ഥ ചരിത്രത്തിൽ മറക്കാൻ കഴിയില്ല. അതിനേക്കാൾ വലിയൊരു ജനക്കൂട്ടത്തെയാണ് ഇപ്പോൾ ഇറാൻ പ്രതീക്ഷിക്കുന്നത്. ടെഹ്റാനിലെ ആകാശത്ത് ജെറ്റ് വിമാനങ്ങൾ കാവലിരിക്കും, മെട്രോ ഗതാഗതം തടസ്സപ്പെടും, നഗരം തന്നെ സ്തംഭിക്കും. എങ്കിലും സംഘാടകർ ഇതിനെ ഒരു പ്രത്യാശയുടെ സന്ദേശമായാണ് മാറ്റുന്നത്. ജനങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് അവർ അറിവില്ലാത്തവരല്ല. അതുകൊണ്ടാണ് ഇറാന് ഒരു ശോഭനമായ ഭാവി എന്ന പോസ്റ്ററുകൾ അവർ എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുന്നത്. ഖമേനിയുടെ വേർപാട് നൽകുന്ന വേദനയെ രാജ്യം ഒന്നായി നിൽക്കാനുള്ള ഒരു ശക്തിയാക്കി മാറ്റാൻ ഭരണകൂടം ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഖമേനിയുടെ അന്ത്യം ഒരു അധ്യായത്തിന്റെ പൂർത്തീകരണമല്ല, മറിച്ച് ഇറാൻ എന്ന രാജ്യത്തിന്റെ
ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിന്റെ തുടക്കമാണ്. പാശ്ചാത്യ ശക്തികൾക്കെതിരെ പോരാടാൻ സ്വന്തം വിധി സ്വയം തീരുമാനിക്കാൻ ഇറാൻ തയ്യാറാണെന്ന ഈ വിലാപയാത്ര ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇറാൻ ജനത തങ്ങളുടെ പരമോന്നത നേതാവിനെ അവസാനമായി കാണാൻ തയ്യാറെടുക്കുമ്പോൾ പിൻഗാമിയായി ഉയർത്തിക്കാട്ടപ്പെടുന്ന മൊജ്തബ ഖമേനി എവിടെയാണ്? അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ലോകത്തിന് അറിയില്ല. ഫെബ്രുവരി 28 ആ ഭീകരമായ ആക്രമണത്തിന് ശേഷം അദ്ദേഹം ഒരു സുരക്ഷിത താവളത്തിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രയേൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇപ്പോഴും ഒരു വലിയ സുരക്ഷാ പ്രതിസന്ധിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ മൗനം വെറും ഒരു ചികിത്സയുടെ ഭാഗമല്ല, മറിച്ച് ഇറാൻ ഭരണകൂടം പ്ലാൻ ചെയ്യുന്ന വലിയൊരു നീക്കത്തിന്റെ ഭാഗമായിരിക്കാം. ഇനി നിങ്ങളോടൊരു ചോദ്യം: ഖമേനിക്ക് ശേഷമുള്ള ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയൊരു വെല്ലുവിളിയാകുമോ? അതോ ആഭ്യന്തരമായ പ്രതിസന്ധികൾ ഇറാനെ കൂടുതൽ ദുർബലപ്പെടുത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.